ഈ അടുത്തിടയ്ക്ക് ഇവിടെ ഒരു ഫാമിലി ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ വന്നു. അവരുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ കൊച്ചിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വളരെ സ്മാർട്ടായ മിടുക്കി കുഞ്ഞ്, ഒരു 18-19 വയസ്സുള്ള കൊച്ചാണ്. കൊച്ചിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ അത്ഭുതം, ഷി വാസ് റെഡി ടു ഓപ്പൺ അപ്പ്. തുറന്ന് സംസാരിക്കാൻ ഈ കുഞ്ഞ് തയ്യാറായല്ലോ എന്നോർത്ത് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. കാരണം അയാളുടെ ലൈഫ്, ഈ കൊച്ചിൻ്റെ ലൈഫ് അത്രയും ടോട്ടലി ബ്രോക്കൺ, ഭയങ്കരമായിട്ടൊരു കീറി മുറിക്കപ്പെട്ട് മനസ്സ് മുഴുവൻ ഭയങ്കരമായൊരു ഇരുട്ടിലൂടെ കടന്നുപോയി ഇങ്ങനെ നിൽക്കുകയാണ്. ആ കുഞ്ഞിനോടുള്ള റെസ്പെക്റ്റും ആ കുടുംബത്തോടുള്ള പ്രൈവസിയും മാനിക്കേണ്ടത് കൊണ്ട് സ്ഥലമോ സാഹചര്യമോ ഇല്ലെങ്കിൽ ആ വ്യക്തികളെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. ബട്ട് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മളിന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നൊരു കുഞ്ഞു വചനഭാഗമുണ്ട് ഈ കുഞ്ഞിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്. ആ കൊച്ചിന് സ്വാതന്ത്ര്യം കൊടുത്ത ഒരു വലിയ കാര്യം, അതും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം ഒരു കുറച്ച് സമയം കൊണ്ട്. അവിടെയും നിങ്ങൾ ഒളിച്ച് കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ശ്രദ്ധയോടെ ഒരല്പം ശ്രദ്ധ കൂടുതലായിട്ട് തന്നുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്ന് കേൾക്കണം. ഈ കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന് കുറേ കാര്യങ്ങൾ ഇത് പറഞ്ഞു. ഇതിൻ്റെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ, കഴിഞ്ഞൊരു 18-19 വർഷങ്ങളിൽ അതിന് ഓർമ്മ വെച്ച സമയം മുതൽ ഉണ്ടായ കുറേ മുറിവുകൾ, കുറേ വേദനകൾ. ആൻഡ് ഐ ടെൽ യു, അതിൻ്റെ ക്ലൈമാക്സിൽ, അതിൻ്റെ ഒരു ഫൈനൽ മൊമെൻറ്റിൽ കുഞ്ഞ് വലിയൊരു സ്വാതന്ത്ര്യത്തോടെ ഈശോയുടെ സ്നേഹം അവളെ സൗഖ്യപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു മരുന്ന് അവൾ കണ്ടുപിടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടോട്ടലി ബ്രോക്കൺ. ഞാനിവിടെ ഇപ്പോൾ ഒരു ധ്യാന ശുശ്രൂഷകളൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് യുവജനങ്ങളെ കണ്ടിട്ടുണ്ട്. ബ്രോക്കൺ ആയവർ, ലോസ്റ്റ് ആയവർ, വെറുതെ ഇരുന്ന് കരയുന്നവർ, പൊട്ടിത്തെറിക്കുന്നവർ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ, എല്ലാവരെയും കണ്ടിട്ടുണ്ട് കുറേ കുഞ്ഞ് ജീവിതം കൊണ്ട്. ചിലതൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും, കർത്താവേ ഇതെങ്ങനെ സൗഖ്യപ്പെടും, ഇതെങ്ങനെ രക്ഷപ്പെടും, എന്നാ ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കണ്ടേ, എന്താണ് ഈ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണ്ടേ. എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഈ പെൺകുഞ്ഞും ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ചുമ്മാ ചിലപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യം, സ്കൂൾ ലൈഫിലുണ്ടായ ചില സന്തോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഒന്ന് വിങ്ങിപ്പൊട്ടിപ്പോവാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ പറഞ്ഞു, മോനെ കരയാതെ കാര്യം പറ. ബട്ട് ഷി വാസ് ക്രൈങ്. ആൻഡ് ഞാൻ ചെയ്ത ഒരു കാര്യം, കരയാനങ്ങ് അനുവദിച്ചു വിട്ടു, കരഞ്ഞോളാൻ പറഞ്ഞു. ആൻഡ് ആ കരച്ചിലിനൊടുക്കമാണ് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതും. അവളുടെ ഉള്ളിലോട്ട് ആ കരച്ചിലിലൂടെ ഒഴുകിപ്പോയ കണ്ണീരിൻ്റെ ഇടയ്ക്കൂടെ അവളുടെ സങ്കടങ്ങളൊക്കെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവൾ ഈശോയുടെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ്. ആൻഡ് ഇവളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഐ വാസ് ടോട്ടലി ഷോക്ക്ഡ്. ഞാനൊരു മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഈ കൊച്ചിൻ്റെ സങ്കടം കേട്ടു, വേദന കേട്ടു എന്നുള്ളതല്ല, ഇൻ ബിറ്റ്വീൻ ഈ കൊച്ചൊരു വലിയ ഹൂഡിയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്, കൈ നീളമുള്ള വലിയൊരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം കാണിക്കട്ടെ എന്ന്. അതുവരെ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവളുടെ മനസ്സ്, ഇവൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ പിടിച്ചു നിന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഒരു വിഷമത്തോടു കൂടി. ബട്ട് ഇവളെന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരു കൂട്ടം കാണിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ടീഷർട്ടിൻ്റെ 2 കൈയും ബാക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൈ ഇങ്ങനെ കാണിച്ചു. ഞാനിതിപ്പോൾ പറയുമ്പോൾ പോലും ആ ഒരു വേദന, എൻ്റെ ഉള്ളിൽ വന്നൊരു വേദന ട്രിഗർ ചെയ്ത് കയറി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ കൈ മുഴുവൻ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കണം അവൾ, ചുമ്മാ ബ്ലേഡ് വെച്ച്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ബട്ട് ഷി വാസ് കട്ടിങ് ഹെർ സെൽഫ്. അവളിങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് വേദന വരും. മുറിവ് ഉണങ്ങിയതിൻ്റെ പാടുകളാണ്, പക്ഷേ ആ മുറിവിൻ്റെ പാട് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ ചങ്കിനകത്തോടെ ഒരു ആന്തൽ കയറി വരികയാണ്. ഐ വാസ് ഷോക്ക്ഡ്. ഞാൻ ഞെട്ടി ചോദിച്ചു, ഇതെന്നെ കാണിച്ചേ. അവൾ പറഞ്ഞു, ഒന്നുമില്ല അച്ഛാ, തന്നെ ചുമ്മാ ചെയ്താന്നു. ആൻഡ് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ഹൂഡിയിടും, കൈ നീളമുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് ഈ കൊച്ച് ഇത് മറച്ചു പിടിച്ചുകൊണ്ട് നടക്കുക. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഹൂഡിയിട്ടുകൊണ്ട് നടക്കുന്നവരെ, കൈ നീളമുള്ളവരെ കണ്ടിട്ട് അവരത് കൈമുറിച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കരുത്. ദിസ് പർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ഈ ഒരു കുഞ്ഞ് അങ്ങനെ ആ ഒരു വേദന പുറത്താരും അവൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടി അവൾ അതിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കാം. സംസാരിച്ചു, ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ മാമോദീസ മുങ്ങിയതും അവൾ നാളിതുവരെ സ്വീകരിച്ച വിശുദ്ധ കുർബാനയും, ഒത്തിരി നാളായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, കുമ്പസാരവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. ആൻഡ് വചനം വായിപ്പിച്ചു. അവിടെ ഇരുന്ന് ഷി വാസ് ക്രൈങ് അഗെയിൻ. അവൾ പിന്നെയും കരഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ആ ഒഴുകിപ്പോയ കണ്ണുനീരിൽ അവൾ ഈശോയെ കണ്ടിട്ടുണ്ട്. ഒഴുകിപ്പോയ വേദനകൾക്കിടയിൽ അവൾക്ക് വേണ്ടി വേദനിച്ച് അവളുടെ കൂടെ ആ വേദനയിലും കൂടെ നിന്ന് ഈശോയെ അവൾ ഉറപ്പായിട്ടും കണ്ടു. വന്നതൊരു പുഴുക്കുഞ്ഞിനെ പോലെയാണ്, തിരിച്ചു പോയത് ഒരു പൂമ്പാറ്റയെ പോലെയാണ്. കാരണം ഈശോയെ കണ്ടു, ഈശോയെ കേട്ടു, ഈശോയുടെ സാന്നിധ്യം ഇവിടുത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ അവൾ കണ്ടു. അവൾക്ക് വേണ്ടി ഈശോ എഴുതി വെച്ചിരിക്കുന്ന വചനഭാഗമൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊന്ന് ധ്യാനിച്ചിട്ടാണ് പോയത്. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ വായിച്ചൊരു വചനഭാഗവും കൂടിയാണ് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ കുഞ്ഞിൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചിലപ്പോൾ നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് ആ കുഞ്ഞിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വചനഭാഗം, ഇത് പ്രൈവറ്റായിട്ട് വെക്കേണ്ടതല്ലെന്ന് തോന്നുന്നു. ആ കൊച്ചിനെ പ്രൈവറ്റായിട്ട് നമ്മൾ വെക്കുമ്പോഴും ഈ സുവിശേഷ ഭാഗം നമ്മൾ പബ്ലിക്കലി കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരുമിച്ച് ഷെയർ ചെയ്യാണ്. നിങ്ങൾ ഈ വചനഭാഗം ഒന്ന് എടുക്കണം. ബൈബിളിൽ മർക്കോസ് ലേഖയുടെ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായമാണ്.
ഈശോ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് പ്രത്യേകിച്ച് കൊടുങ്കാറ്റിനെയൊക്കെ ശാന്തമാക്കി പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, ഗനേസറത്ത്. അവിടെ ചെല്ലുന്ന സമയത്ത് പിശാചുബാധനായ ഒരാൾ, ഞങ്ങൾക്കിത് വായിച്ച് കിട്ടിയപ്പോൾ ശരിക്കും ഈ കൊച്ച് കരയാനുണ്ടായിരുന്ന കാരണം ഷീ സോ ഹെർസെൽഫ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദ ഗോസ്പൽ. അവളെ ഈ സുവിശേഷ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി, അവളത് എക്സ്പ്രസ് ചെയ്തു. അച്ഛാ, ഇതാണ് എൻ്റെ ലൈഫ്, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. വി കുഡിൻ ബിലീവ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേനും പിടികിട്ടില്ല, ഓ ഇതിപ്പം ഏതോ ഒരു അത്ഭുതം ഈശോ ചെയ്ത ഏതോ ഒരു കാര്യം പോലെ എന്നൊക്കെയല്ലേ. പക്ഷേ ശരിക്കും നമ്മളൊക്കെ സുവിശേഷം വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മളൊക്കെ അതിനകത്ത് ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് മനസ്സിലാവും. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കും. ഇവിടെ എവിടെയോ നിങ്ങളും നിങ്ങളുടെ ബ്രോക്കൺനെസ്, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ അലറിക്കരച്ചിലുകൾ, നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ, നിങ്ങളുടെ നിരാശപ്പെട്ട അനുഭവങ്ങളെല്ലാം ഇതിനകത്ത് ഒളിച്ച് കിടപ്പുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. കടലിൻ്റെ അക്കരെ ചെന്ന് ഈ ഗനേസരത്ത് ചെല്ലുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഒരുവൻ ഭയങ്കര ബഹളം കൂട്ടിയിട്ട് ഓടി വരികയാണ്. അയാളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ശരിക്കും സമയമെടുത്ത് പോസ് ചെയ്ത് വായിക്കണം. ദിസ് ഈസ് ദ സെയിം തിങ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ. നമ്മളും ഇങ്ങനെ എന്തിലൊക്കെയോടെയോ കടന്നു പോകുന്നുണ്ട്. അയാളെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. അയാൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഇങ്ങനെ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഓടി വന്നു എന്നാണ്. അയാളെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത വാക്യം: പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ഇങ്ങനെ ഒരു ടൈറ്റ് ചെയ്ത് ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ആ ചങ്ങലകളെല്ലാം വലിച്ചു പൊട്ടിച്ച് കാൽവിലങ്ങുകളെല്ലാം ഇങ്ങനെ തകർത്ത് തൂരെ എറിഞ്ഞിരുന്നു. സോ ജസ്റ്റ് സിംപ്ലി ഒരു വാക്കിൽ പറഞ്ഞാൽ അൺകൺട്രോളബിൾ. കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അവനെയും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അവനെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവനെ ആരെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതും പറ്റുന്നില്ല. ഈ ചങ്ങല ഇട്ടു ബ്ലോക്ക് ചെയ്തു. അവൻ ബഹളം കൂട്ടാണ്ടിരിക്കാനായിരിക്കാം, അവനൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അവനെ ഉപദ്രവിക്കാണ്ടിരിക്കാനായിരിക്കാം, അവനെ ചങ്ങലകളാലൊക്കെ ഇങ്ങനെ ബന്ധിച്ചിട്ടു. പക്ഷെ അതെല്ലാം അവൻ പൊട്ടിച്ചെറിഞ്ഞു. ഇത് ചിലപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കണം. ഈ സങ്കടം, ഈ ദേഷ്യം, എപ്പോഴും ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥ എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം, ശാന്തമാണെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, നീ ഇങ്ങനെ ഒരു ബ്രോക്കൺനെസ്സിലൂടെ കടന്നു പോകുമ്പോൾ അപ്പായോ അമ്മയോ നിന്റെ പ്രിയപ്പെട്ടവരോ ജീവിത പങ്കാളിയോ ഒക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം നിന്നെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും. നീ ഇങ്ങനെ കടന്ന് പൊട്ടിക്കരയുമ്പോൾ, നീ ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവരൊത്തിരി ശ്രമിക്കുന്നുണ്ടാകും നിന്നെ ഒന്ന് പൊതിഞ്ഞ് പിടിച്ച് നിന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് പോലും പറ്റണില്ല. ആൻഡ് യു നോ ദ റിയാലിറ്റി. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്നും നീ എന്താ ഇങ്ങനെ ഒരു കാരണമില്ലാണ്ട് അലറി വിളിച്ച് കരയുന്നതെന്നും ഒക്കെ നിനക്കറിയാം നിന്റെ മനസ്സിലുള്ളത്. അത് എക്സ്പ്രസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരാൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ കുടീരത്തിൽ കിടക്കുന്ന ഒരാളെ പോലെ നിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നീ ശ്രമിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ ഈ വേദന ഒന്നും മറന്നു കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇതൊന്നും മറന്നു കളയാൻ വേണ്ടി നീ വലിയ യാത്ര നടത്തിയിട്ടുണ്ടാകാം, സിനിമ കണ്ടിട്ടുണ്ടാകാം, പാട്ട് കേട്ടിട്ടുണ്ടാകാം, നീ നിന്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും നിന്റെ ഈ മനസ്സിൻ്റെ വേദനയെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് നീ ഇങ്ങനെ പൊട്ടി തകർന്ന് നിൽക്കുന്നുണ്ടാകാം. ആൻഡ് ഐ തിങ്ക് യു ക്യാൻ സീ യുവർ സെൽഫ് ഹിയർ. ഈ കൊച്ചിന്, ഞാൻ ഈ പരിചയപ്പെട്ട കുഞ്ഞിന്, അവളെ ഈ സുവിശേഷ ഭാഗത്ത് കാണാൻ പറ്റി. അവൾ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ പപ്പായും മമ്മിയും എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റണില്ല. ഐ ആം ടോട്ടലി ബ്രോക്കൺ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഈ സുവിശേഷ ഭാഗം വായിച്ചിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്കറിയാം. പക്ഷേ ആ ക്ലൈമാക്സിൽ എത്തുന്നതിന് മുമ്പ് യു ഹാവ് ടു ഗോ ത്രൂ ദ ഡീറ്റെയിൽസ്. ഏതോ ഒരാൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ചു, എന്നെ പിശാച് പിടിച്ചിട്ടില്ലല്ലോ, ഐ ആം നോട്ട് പൊസസ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പൊസഷൻസ് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരു ചങ്ങല കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. മുമ്പോട്ട് പോകാൻ പറ്റാതെ ഇരുട്ടത്തിങ്ങനെ അടിച്ചമർത്തി ഒരു പ്രത്യാശയില്ലാത്തൊരു കല്ലറ പോലെ ഇങ്ങനെ ഒരു ഇരുട്ടിൻ്റെ സിറ്റുവേഷൻ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് പിന്നീട് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. 5-ാം വാക്യം: രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്, കരഞ്ഞു പോവാണ്. നമ്മളിങ്ങനെ ചിലപ്പോൾ അവരെ കളിയാക്കും, ഇതെന്നാ തൊട്ടാവാടി സ്വഭാവമാണ്, ഇതൊക്കെ വലിയ കാര്യമാണോ? നമുക്കറിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മനസ്സ് അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യം മതിയായിരിക്കാം, പൊട്ടിക്കരഞ്ഞു പോകായിരിക്കും, കുഞ്ഞു മനസ്സായിരിക്കും, അലറി വിളിക്കുകയാണ് ഇവിടെ ഇയാൾ. കാരണം അയാൾക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അയാൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവില്ല. അയാളുടെ വിഷമം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, അയാളെ ഒന്ന് സഹായിക്കാൻ അവിടെ ഒരാളുണ്ടാവില്ല. ആകെ ഒരു വഴി അലറി വിളിക്കുകയാണ്, കടന്ന് കരയാണ്, ഉറക്കം പോലും നഷ്ടപ്പെട്ട് രാപ്പകൽ അയാൾ കടന്ന് നിലവിളിച്ചു എന്നാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചില മനുഷ്യരെ? ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോകണം, ഇങ്ങനത്തെ വലിയൊരു ട്രോമയെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം.
എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാണ്ട് കിടന്ന് നിലവിളിക്കാണ്. കാരണം നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങളത് ചങ്ക് പൊട്ടി പറഞ്ഞു കൊടുത്തിട്ടത് മനസ്സിലാകാൻ ഒരാളില്ല. നിങ്ങൾക്ക് ആകെയുള്ള വഴി എന്താ? കിടന്ന് കരയുകയാണ്. ആരും ആരും കാണാൻ പോലുമില്ല ആ കരച്ചിൽ. രാത്രിയിലൊക്കെ ചിലപ്പോൾ ഉറക്കമില്ലാത്തതുകൊണ്ട് ഈ കട്ടിലേൽ ഒരു മൂലയ്ക്ക് ഈ തലേണ അള്ളിപ്പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടില്ലേ? ആരും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. രാപ്പകൽ അയാൾ നിലവിളിച്ചു. ആൻഡ് ദർ ഈസ് സംതിങ് എക്സ്ട്രീം. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇയാൾ ഒരു സെൽഫ് അബ്യൂസിലേക്ക് പോവാണ്. അയാൾ തന്നെ മുറിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു കുഞ്ഞ് ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വരയ്ക്കുകയാണ്. ദേഹം മുഴുവൻ, കൈ മുഴുവൻ വരയ്ക്കുകയാണ്. വേദനിക്കുന്നുണ്ടോ? അറിയില്ല. ശരീരത്തിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടാകും. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ നെഞ്ചു പൊടിഞ്ഞ് നിൽക്കുകയാണ്, മനസ്സ് മുറിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് ഈ ത്വക്കിൽ, ഈ സ്കിന്നിൽ വരുന്ന മുറിവൊന്നും അത്ര വേദനിപ്പിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങനെ തന്നെ മുറിപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു, എവിടെയോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇയാളിങ്ങനെ ഈ കല്ലെടുത്തിട്ട് തന്നെ കീറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇച്ചിരി മൂർച്ചയുള്ളത് തീർച്ചയായിട്ടും ഒരു കല്ലും കഷ്ണമൊക്കെ ആയിരിക്കാം. ആ കല്ലെടുത്ത് തന്നെ കുത്തി നോവിക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ടു നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുമായിരിക്കും. എങ്ങനെ ഇയാളെ വേദനിപ്പിക്കുക? ഇയാൾ വേദന അറിയുന്നില്ലെന്ന് അറിയുന്നുണ്ടാവില്ല. കടന്നു പോയവർക്ക് മനസ്സിലാവുമല്ലോ. മനസ്സ് വേദനിക്കുന്നതാണ് ശരീരം വേദനിക്കുന്നതിനെക്കാട്ടും ഭയങ്കരം. ശരീരത്തിന് നിങ്ങൾ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒന്നുകൂടെ എഴുന്നേറ്റ് ഓടണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ മനസ്സിങ്ങനെ മുറിഞ്ഞു കിടക്കുന്നതുകൊണ്ട്, ഈ ഡാർക്ക്നെസ്സിൽ ടോട്ടലി ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് ഇങ്ങനെ കൈ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ദേഹം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അലറി വിളിച്ചു, തന്നെ മുറിപ്പെടുത്തി. എനിക്കിത് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. മേ ബി നമ്മളൊക്കെ എവിടെയൊക്കെയോ വെച്ച് ഇത് അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മളെ കേൾക്കാൻ ആളില്ലെന്ന്, നമ്മളെ മനസ്സിലാക്കാൻ ആളില്ല. നമ്മളിങ്ങനെ അലറി വിളിക്കുകയാണ്. ഈ ഒരു കല്ലറ സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് അതായത് ആരും വരാനില്ല. ഇപ്പം നമ്മുടെ പള്ളിയിലെ സെമിത്തേരി പോലെയല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ബന്ധുക്കളെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. പക്ഷെ അവിടെ അവരൊരു ഡെഡ്ലി സൈലൻസ് ഉണ്ടല്ലോ. ആരും വരുന്നില്ല. അവിടെ വന്നിട്ട് ആരും പൊട്ടിച്ചിരിക്കാൻ പോകുന്നില്ല. അവിടെ വന്നിട്ട് ആരും ആഘോഷങ്ങൾ നടത്താൻ പോകുന്നില്ല. അവിടെ വന്നിട്ട് ഒരു ഡെഡ്ലി സൈലൻസ് ആണ്, ഒരു ഇരുട്ട്. ഈ കല്ലറയ്ക്ക് അകത്ത് കിടക്കുന്ന ഒരു അവസ്ഥ അതൊരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആരോടും പറഞ്ഞു കൊടുക്കാനോ പറ്റില്ല. പക്ഷേ നോക്കിയ ഒരു കുഞ്ഞു കുഴി സ്ലാബിട്ട് അടച്ചൊരു കുഴി, അതിനകത്ത് പിന്നെ കൂട്ടിനാരുമില്ല. ചുറ്റും അതുപോലെ തന്നെ കുറേ കുഴികൾ. ആരും സംസാരിക്കാനില്ല, ആരും കേൾക്കാനില്ല, ആരും കൂടെ നിൽക്കാനില്ല. വൈകുന്നേരം ഒന്ന് ചാറ്റ് ചെയ്യാൻ പോലും ഒരാളില്ല. കല്ലറയുടെ സിറ്റുവേഷൻ. ഇയാൾ കിടക്കാണ്. ആകെ ചെയ്യാനുള്ളത് അയാൾ കാണുന്ന അയാളുടെ ശരീരമാണ്. ആ ശരീരം അയാൾ കീറി മുറിച്ച് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് വെയർ ജീസസ് കംസ്. അവിടെയാണ് ഈശോ വരുന്നത്. ഈശോ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇയാൾ ചങ്ക് പൊട്ടിയിട്ടൊക്കെ ആയിരിക്കും അയാൾ എന്നാ ചെയ്യാനുള്ളത്. നമ്മളിങ്ങനെ വായിക്കുന്നത്, ഈ പിശാചുവാദിന് ഉച്ചത്തിൽ വിളിച്ചു, നിനക്ക് എന്നാണ് മഹോന്നതനായ ദൈവമേ, നിനക്ക് എന്നാണ് എന്നോട് ചെയ്യാനുള്ളത്? ശരിക്കും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ മനുഷ്യൻ തന്നെ, ഈ വേദനിച്ച മനുഷ്യൻ തന്നെ ചോദിക്കാനുണ്ട്, ഈശോയെ നിനക്കിനി എന്നാ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ അപ്പൻ എന്നെ സഹായിക്കാൻ പറ്റില്ല, അമ്മച്ചിക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിത പങ്കാളിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനും ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കീറി നിൽക്കുകയാണ്, മുറിഞ്ഞു നിൽക്കുകയാണ്. നിനക്കെന്നാ എന്നോട് ചെയ്യാനുള്ളത്? അല്ലേ? ചിലപ്പോൾ നമ്മുടെ സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ ചങ്ക് പൊട്ടി കടന്ന് ചോദിച്ചിട്ടുണ്ടാവും, ഇനി കർത്താവേ നിനക്കെന്നാ ചെയ്യാനാണ്? എന്നെ സഹായിക്കാമെന്ന് നീ പറഞ്ഞ ഒരു ഒറ്റ ആൾ പോലും എന്നെ സഹായിക്കുന്നില്ല. എല്ലാവരും ചതിച്ച് ഒറ്റപ്പെടുത്തി ഒറ്റുകൊടുത്ത് മാറ്റി നിർത്തിയേക്കാണ്. വാട്ട് ക്യാൻ യു ഡു? നിനക്കിനി എന്നാ ചെയ്യാൻ പറ്റും? നമ്മൾ ചിലപ്പോൾ സങ്കടത്തിൽ കടന്ന് പറഞ്ഞിട്ടുണ്ടാവും, കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ. നിങ്ങളുണ്ടോ ഈ സുവിശേഷ ഭാഗത്തിൽ? മറ്റേ ആ കുഞ്ഞിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നുമില്ല, അയ്യോ ഒരു പാവം കുഞ്ഞ് എന്നൊക്കെ ചോദിച്ച് നമുക്ക് സഹതപിക്കാം. ഞാൻ സഹതപിച്ചു, എൻ്റെ ദൈവമേ എനിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ എന്നാ ചെയ്തേനെ, ഈ ഒരു വേദനയെ എങ്ങനെ അതിജീവിച്ചതെന്നൊക്കെ ഓർത്ത് ഷീസ് ആൻ അതർ പേഴ്സൺ, മറ്റൊരാളാണ്, ഇതെന്നെ ബാധിക്കുന്നില്ലോ എന്ന് വേണേൽ മാനുഷികമായിട്ട് എനിക്ക് ചിന്തിക്കാം. പക്ഷേ ഈ സുവിശേഷ ഭാഗത്തിൽ ഈശോയുടെ കുഞ്ഞുങ്ങളെ ഞാനും നിങ്ങളൊക്കെ എവിടെയൊക്കെയോ കടപ്പുണ്ട്. ഈ ബ്രോക്കൺ ആയ ആൾക്കാർ, ഈ നിലവിളിച്ച ആൾക്കാർ, ഈ സ്വയം മുറിപ്പെടുത്തിയ ആൾക്കാർ, ഈ കല്ലറക്കിടയിൽ കിടന്ന് ഇങ്ങനെ നിരാശപ്പെട്ട മനുഷ്യർ, ഒരു പ്രത്യാശയില്ലാതെ ജീവിച്ചു പോയ ചിലർ ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് ഈശോയെ നിനക്കിനി എന്നാ ചെയ്യാനുള്ള എന്നൊക്കെ ചോദിച്ചു പോയവരാണ് നമ്മൾ. ഈശോയ്ക്ക് എന്തൊക്കെയെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, ഈശോയ്ക്കേ ചെയ്യാനുള്ളൂ. വേറെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഈ കല്ലറയിൽ നിന്നെ പുറത്തോട്ട് കൊണ്ടുവരാനോ, ഈ ചങ്ങലകളൊക്കെ അഴിച്ച് നിന്നെ ശരിക്കും ഒരു ഡിഗ്നിറ്റിയോടുകൂടി നിന്നെ പുറത്തോട്ട് കൊണ്ടുവരാനോ. ഈ സുവിശേഷത്തിൻ്റെ അവസാനം ഇങ്ങനെ കാണുന്നുണ്ട്, അയാൾ ഉടുപ്പിട്ടിട്ടൊക്കെ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാം. സ്വയം ദേഹം മുഴുവൻ കീറി മുറിച്ചുകൊണ്ടിരുന്ന അയാൾ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ? ഹി വാസ് നെയ്ക്കഡ്. തുണിയൊന്നും ഇല്ലാണ്ട് നടന്നു എന്നാണ്. നമ്മളിപ്പോൾ തുണിയില്ലാണ്ട് നടക്കുന്നു പറഞ്ഞാൽ നെയ്ക്കഡ്, ഭയങ്കര നാണം കെട്ട ഒരു അവസ്ഥയിൽ കൂടെ അയാളുടെ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി, അയാളുടെ ഒരു മാനുഷിക ആ ഒരു എന്താ പറയണേ, അതിൻ്റെ ഒരു പരിഗണന പോലും ചിലപ്പോൾ അയാൾക്ക് നാട്ടിൽ കിട്ടിയിട്ടുണ്ടാവില്ല.
ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മൾ ചിലപ്പോൾ വഴിയിൽ നിന്നൊക്കെ കാണത്തില്ലേ, വസ്ത്രമൊന്നും ധരിക്കുന്നില്ല. കാരണം ദേ ആർ നോട്ട് ഇൻ ദെയർ സെൻസസ്. അവരവരുടെ ആ ഒരു നോർമാലിറ്റിയിൽ നിന്നൊക്കെ മാറിപ്പോയി. ഉടുപ്പിട്ടിട്ടുണ്ടോ, ദേ ആർ നോട്ട് ബോധേഡ്. അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും സ്വന്തം അവസ്ഥ പോലും, സ്വന്തം ഡിഗ്നിറ്റി പോലും, അന്തസ്സത്ത പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന വേദനകൾ. ഈശോ വന്നു, സൗഖ്യപ്പെടുത്തി, സ്വാതന്ത്ര്യം നൽകി. ആൻഡ് ദ ഫ്രീഡം വാസ് ദ ഹീലിംഗ്. ഈശോ കൊടുത്ത സൗഖ്യം ഈശോയുടെ സ്വാതന്ത്ര്യമായിരുന്നു. ഈ കല്ലറയിലേക്ക് എന്നെ തപ്പി വരാനും, ഈ പൊട്ടിക്കിടക്കുന്ന ചങ്ങലകളെ ചവിട്ടി മെതിച്ച് എൻ്റെ അടുത്തേക്ക് വരാനും, ഞാൻ മുറിപ്പെടുത്തി എൻ്റെ ശരീരം മുറിപ്പെടുത്താൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ കല്ലുകളെ ചവിട്ടി മെതിച്ച് മുമ്പോട്ട് കയറി വരാനും, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്നെ കൺട്രോൾ ചെയ്യാനും, ആർക്കും തുടച്ചു മാറ്റാൻ പറ്റാത്ത എൻ്റെ കണ്ണുനീരുകളെ തുടച്ചു മാറ്റാനും എൻ്റെ അടുത്തേക്ക് വരാൻ എനിക്കൊരാളുണ്ട്, ഈശോ. ആ ഈശോയുടെ പ്രിയപ്പെട്ട കൊച്ച്, ഇത് കേക്ക്. നിൻ്റെ ജീവിതം ഇപ്പം നീ ഇങ്ങനെ ഒളിച്ചു പിടിച്ചിരിക്കുകയായിരിക്കും. ഒരാൾ പോലും അറിയാതെ നീ രാത്രിയിൽ പകൽ കടന്ന് കരയുന്നത് ഒരാൾ പോലും കാണാനുണ്ടാവില്ല. നീ ഇങ്ങനെ ഒരു നിരാശയുടെ പട്ടുകുഴിയിൽ ഒരു കല്ലറ പോലെ നിൽക്കുകയാണെങ്കിൽ, കല്ലറയുടെ അവസ്ഥ നിൽക്കുകയാണെങ്കിൽ, ഈ കല്ലറയെ ചവിട്ടി മെതിച്ച് മുകളിലോട്ട് കയറി വരാൻ നിൻ്റെ അടുത്തൊരാൾ ഈശോ ഉണ്ട്. നീ തനിയെ ഇങ്ങനെ മുറിപ്പെടുത്തുന്നില്ലേ? ഒരു പക്ഷേ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരിക്കാം, നീ ഒരു സെൽഫ് അബ്യൂസ് നടത്തായിരിക്കും, ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് നടത്തായിരിക്കും, ഓർ എൽസ് യു ആർ അബ്യൂസ്ഡ്. ചെറുപ്പത്തിൽ എവിടെയെങ്കിലും വെച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ കേൾക്കുന്ന ദിവസങ്ങൾ എവിടെയെങ്കിലും വെച്ച് നിന്റെ ശരീരം അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. നീയോ മറ്റുള്ളവരോ തന്നെ ചെയ്തതായിരിക്കാം. കാരണം നിനക്ക് നിന്റെ വേദന മറച്ചു പിടിക്കാൻ, നിനക്ക് ഇതൊന്നും മറന്നു കളയാൻ വേണ്ടി ചിലപ്പോൾ നിനക്ക് നിന്നെ തന്നെ അബ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഹി കംസ്, നിന്നെ രക്ഷപ്പെടുത്താൻ, നിന്നെ സഹായിക്കാൻ, വിത്ത് ഹിസ് ഫ്രീഡം, അവൻ്റെ സ്വാതന്ത്ര്യത്തോടെ നിന്നെ സൗഖ്യപ്പെടുത്താൻ നിനക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ആള് നിൻ്റെ ഈശോയാണ്, നിൻ്റെ രക്ഷകനാണ്. ഈശോ വന്നു ചോദിച്ചിട്ടുണ്ട്, കർത്താവ് നിനക്കിനി എന്നാ ചെയ്യാനാണ്? ഞാനൊരു പാപിയാണ്, ഞാൻ പള്ളിയിൽ കയറാറില്ല, ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഞാൻ വചനം വായിക്കാറില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല ഈശോയെ, ഞാൻ തല്ലിപ്പൊളിയായിട്ട് തകർന്ന് തരിപ്പണായിട്ട് നടക്കുകയാണ്, നിനക്ക് എന്ത് ചെയ്യാനാണ്? അശുദ്ധാത്മാവ് ബാധിച്ചവൻ വിളിച്ചു ചോദിച്ചു, മഹോന്നതനായ കർത്താവേ നിനക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ ചോദിക്കുന്നതിന് വേറെ ഉത്തരവൊന്നുമല്ല. ഈശോ ഒരു കൈ നീട്ടും. ആ നീട്ടുന്ന കയ്യെ കയറി പിടിച്ച് പറഞ്ഞു. കാരണം നിന്നെ സഹായിക്കാൻ നീട്ടിയ കൈകൾ ചിലപ്പോൾ നിന്നെ വലിച്ച് മറ്റൊരു കുഴിയിലേക്കായിരിക്കും കിട്ടുന്നത്. നീ വിശ്വസിച്ച് നിന്റെ രഹസ്യങ്ങൾ പങ്കുവെച്ച ഒരാൾ ആ രഹസ്യങ്ങൾ പരസ്യമാക്കി നിന്നെ തുണിയില്ലാത്തൊരവസ്ഥയിൽ, ഒരു ടോട്ടൽ നേക്കഡായിട്ട് ഇത്രയും കാലം നീ എവിടെ തലയുയർത്തി പിടിച്ചോ അവിടെയൊക്കെ നിന്റെ തല താഴാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിച്ച ഒരാൾ കാരണമായിരിക്കും. നിങ്ങളെ പറ്റിക്കാത്ത ഒരാളുള്ളൂ. ആളുടെ പേര് ഈശോ എന്നാണ്, ആ ദൈവത്തിൻ്റെ പേര് ഈശോ എന്നാണ്, ആ രക്ഷകൻ്റെ പേര് ഈശോ എന്നാണ്. ഹി കംസ് ടു സേവ് യു. നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ വന്നത്. ബിക്കോസ് ഹി ലവ്സ് യു. നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു കല്ലറയുടെ അടുത്തേക്ക് ചീഞ്ഞ് നാറുന്ന ഒരു സ്ഥലമാണ്, ചങ്ങല പൊട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്, കല്ലും മുള്ളും നിറഞ്ഞൊരു സ്ഥലമാണ്. നിന്റെ ലൈഫ് അങ്ങനെ ഒരു വലിയ ട്രോമയിൽ നീ ഇങ്ങനെ അലറി വിളിച്ച് നിൽക്കുകയായിരിക്കും. ഹി കംസ് ടു യു. നിന്റെ അടുത്തേക്ക് വരാൻ അവൻ തയ്യാറാണ്. വെൽക്കം ഹിം. മഹോന്നതനായ ദൈവമേ, നിനക്ക് എന്നാ ചെയ്യാനുള്ളതൊന്നുമല്ല, അവൻ ഒത്തിരി ചെയ്യാനുണ്ട്. അവൻ വന്നു, ചെയ്തു, സൗഖ്യപ്പെടുത്തി. അവൻ്റെ മേലുണ്ടായിരുന്ന സകല പൊസഷൻസിനെയും ഈശോ ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ലാസറിനോട് കല്ലറയിൽ നിന്ന് പുറത്തു വരാൻ പറഞ്ഞതുപോലെ ഇയാളെ ഈശോ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ വായിക്കേണ്ട ഒരു വചനഭാഗം 5-ാമത്തെ അധ്യായം, മർക്കോസ് 5 അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലഗ്യോൻ ആവേശിച്ചിരുന്ന പിശാചുബാധിതൻ, ശ്രദ്ധിച്ച് വായിക്കണം, വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. 3 കാര്യങ്ങളാണ്. വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. വസ്ത്രം ധരിച്ചു എന്ന് വെച്ചാൽ അവൻ്റെ അത്രയും നാളുണ്ടായിരുന്ന നാണക്കേടെല്ലാം കൂടെ ഈശോ അങ്ങ് പൊതിഞ്ഞു പിടിക്കുകയാണ്. ഇനി എൻ്റെ കൊച്ചിനെ ആരും കളിയാക്കണ്ട, ഇനി എൻ്റെ കൊച്ച് ബ്രോക്കൺ അല്ല, ഇനി എൻ്റെ കുഞ്ഞിനെ ആരും നാണം കെടുത്തണ്ട, ഇനി എൻ്റെ കുഞ്ഞിൻ്റെ തല താണു പോകണ്ടെന്ന് പറഞ്ഞ് അവനെ വസ്ത്രം ധരിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഈശോ അവനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന നാണക്കേട് ഈശോയുടെ കുഞ്ഞുങ്ങളിൽ നന്നായിട്ട് മനസ്സിലാക്ക്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ്, നീ എന്തെങ്കിലും അബദ്ധം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ആ പാസ്റ്റ് വെച്ച് നിന്നെ കളിയാക്കി നിന്നെ നാറ്റിക്കാനായിരിക്കും 100 പേരുണ്ടാവുക. പക്ഷേ അത്ര ചീഞ്ഞ് നാടുന്നെടുത്ത് നിന്നെ കെട്ടിപ്പിടിച്ച് നിന്നെ ഇനി ആരും കളിയാക്കണ്ടെന്ന് പറഞ്ഞ് തൻ്റെ മേൽവസ്ത്രം കൊണ്ട് നിന്നെ പൊതിഞ്ഞു പിടിച്ച് നിനക്കൊരാൾ ഉണ്ട്, ഈശോ. അവൻ വസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉടുപ്പിട്ട് നിൽക്കുക എന്ന് പറയുമെങ്കിൽ അതല്ല. ചുമ്മാ അവൻ ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുകയല്ല, അവനെ ഉടുപ്പിടിപ്പിച്ച ഒരാൾ നിൽക്കുകയാണ്, ഈശോ. അവൻ സുബോധത്തോടെ ഇരുന്നു എന്ന് പറയുക. സുബോധത്തോടെ, ഹി വാസ് ബാക്ക് ടു ഹിസ് സെൻസസ്. അവന് കണ്ണ് തുറന്ന് ചിലതൊക്കെ കാണാൻ പറ്റി. അവൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ, ഈശോയെ. അത്രയും കാലം അവൻ ഇങ്ങനെ ഒരു ഇരുട്ടിലായിരുന്നു, ഒരു കല്ലറയിലായിരുന്നു, അങ്ങനെ ചീഞ്ഞ് നിൽക്കുന്ന ഒരാൾ. ഹി കെയിം ബാക്ക് ടു ഹിസ് സെൻസസ്. അയാളുടെ സുബോധത്തിലേക്ക് വന്നു. അടുത്ത ആ ഒരു ഫ്രേസ് ഇങ്ങനെയാണ്, അവിടെ ഇരിക്കുന്നത് കണ്ടു എന്ന് വായിക്കാം. ആൻഡ് ഹി വാസ് സിറ്റിംഗ്. പണ്ട് പെടച്ച് നടന്ന ഒരാൾ, എവിടെ ഇരിക്കപ്പുറതി ഇല്ലാതിരുന്ന ഒരാൾ, ഒരു സൊല്യൂഷൻ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയ ഒരാൾ, ഒരു ആശ്വാസം തേടി പാപങ്ങളിലേക്ക് പോയ ഒരാൾ, ഒരു ഉത്തരം തേടി പല വാതിലുകളിൽ മുട്ടിയ ഒരാൾ, ഇരിക്കപ്പുറതി ഇല്ലാതെ ഉറക്കം കിട്ടാതെ മിരുമിരുത്ത് നടന്ന ഒരാൾ,
നീയാണ് ഞാനും നമ്മളൊക്കെ ഉണ്ട് അതിനകത്ത്. അയാൾ അവിടെ ഇരിക്കുകയാണ്. ആൻഡ് സിറ്റിംഗ് ഡിനോട്ട്സ് അതോറിറ്റി. അയാൾ അങ്ങ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇൻ കൺട്രോൾ. കാരണം അയാളെ കൺട്രോൾ ചെയ്യാൻ, അയാളുടെ അതോറിറ്റി ഉള്ള, അയാളുടെ മേൽ സർവ്വ അധികാരമുള്ള ഒരാളെ ആ മനുഷ്യൻ കണ്ടുപിടിച്ചു, ഈശോയെ. നീ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മടി തുറന്നു വെച്ച മടിയിലിരുത്തി അവനെ ഇരുത്തുകയാണ്. എത്ര ബ്രോക്കൺ ആയാലും, എത്ര ചീഞ്ഞൊരു പാസ്റ്റ് ഉണ്ടെങ്കിലും, എത്ര മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു കല്ലറ പാസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങളെ തന്നെ മുറിപ്പെടുത്തിയെങ്കിലും, നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും, ഹി ക്യാൻ കം ടു യു. നഷ്ടപ്പെട്ടിട്ടില്ല. ഈശോയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തൊന്നുമല്ല നീ. നിന്റെ അടുത്തേക്ക് വരും, ഉടുപ്പിടിപ്പിച്ച് നിന്നെ പൊതിഞ്ഞു പിടിക്കും. നിനക്ക് സുബോധം തിരിച്ചു തന്ന് നിന്നെ അവൻ്റെ മടിയിലിരുത്തി അധികാരത്തോടെ എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് ഈശോ നിന്നെ പൊതിഞ്ഞു പിടിക്കും. സുവിശേഷത്തെ നമ്മൾ കാണുന്നതാണ്. അവൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ആ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും കൂടെ പോന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ 17-ാമത്തെ വാക്യം, 18 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. ഞാൻ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കാണ്ട് ഈശോ പറയുന്നു, ഇപ്പോൾ വേണ്ട, നീ എൻ്റെ കൂടെ തന്നെയാണ്. നീ തൽക്കാലം വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് എന്നെ സംഭവിച്ചെന്നൊക്കെ പ്രിയപ്പെട്ടവരെ ഒന്ന് പറ. കാരണം അവന് നഷ്ടപ്പെട്ട ഒത്തിരി കാര്യമുണ്ട്. അവനിങ്ങനെയൊക്കെ ആയിപ്പോയത് കൊണ്ട് ഇതുപോലെ തന്നെ സങ്കടപ്പെടുന്ന അവൻ്റെ വീട്ടുകാരുണ്ട്. ആ വീട്ടുകാരുടെ അടുത്തേക്ക് ഈശോ അവനെ തിരിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ പോരുന്ന് പറയാൻ ഈശോയ്ക്ക് ഇഷ്ടമാണ്. ഈശോയുടെ കൂടെ തന്നെയാണ് അവൻ. ഈശോയ്ക്ക് ആവശ്യം, മോനെ നീ സങ്കടപ്പെട്ടപ്പോൾ നിൻ്റെ കൂടെ സങ്കടപ്പെട്ട ഒത്തിരി പേരുണ്ടാകും. അപ്പ ആയിരിക്കാം, അമ്മയായിരിക്കാം, നിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കാം. നീ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ല്. നിനക്ക് എന്നെ സംഭവിച്ചെന്ന് അവരാദ്യം കാണട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ബ്രോക്കൺനെസ് യു ആർ ഗോയിങ് ത്രൂ. നിങ്ങൾ എന്ത് നിരാശയിലൂടെ, മുറിവിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വേദനിക്കുമ്പോൾ അതുപോലെ വേദനിക്കുന്ന ചിലർ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെടുന്ന അപ്പായോ അമ്മയോ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ കയറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അപ്പച്ചനോ അമ്മച്ചിയൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ ഈ ഒരു വേദനയിൽ നിങ്ങളെ എങ്ങനെ സഹായിക്കണം എന്ന് അറിയത്തില്ലാത്ത കുറച്ച് പേരുണ്ടാകാം. നിന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് ഈശോ മാത്രമേ ഉള്ളൂ. ഈശോ ഉണ്ട്. ഈശോ നിന്നെ രക്ഷപ്പെടുത്തും. യു കം ബാക്ക് ടു ഹിം. മറ്റൊന്നും, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മറ്റൊന്നും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചു കാലം ഈ സങ്കടം മാറാൻ വേണ്ടി ലഹരി ഉപയോഗിച്ചു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്? അത് നിങ്ങളെ ദുഃഖത്തിലേക്ക് എത്തിച്ചു. ഈ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ പല വാതിലുകളിൽ പോയി മുട്ടി. നിങ്ങൾ സ്നേഹമെന്ന് കരുതി നിങ്ങൾക്ക് കിട്ടിയതെല്ലാം ഇറ്റ് വാസ് അബ്യൂസ്. അവരൊക്കെ നിങ്ങളൊരു പ്രൊഡക്റ്റ് പോലെ ഉപയോഗിച്ചില്ലേ, ഒരു വസ്തു പോലെ ഉപയോഗിച്ചില്ലേ. ആൻഡ് അഗെയിൻ യു ആർ എംപ്റ്റി. നിങ്ങൾ പിന്നെ ശൂന്യതയിലേക്ക് പോയി. നിങ്ങൾ ഉത്തരം തേടി പല സ്ഥലങ്ങളിൽ പോയി തപ്പിയില്ലേ. ഒന്നും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എല്ലാം സന്തോഷമാക്കും എന്ന് കരുതിയതെല്ലാം നിങ്ങളെ അൾട്ടിമേറ്റ്ലി വലിയൊരു ദുഃഖത്തിലേക്ക് കൊണ്ടെത്തിച്ചു. യു ഹാവ് ഓൺലി വൺ സൊല്യൂഷൻ, ആൻഡ് ദ നെയിം ഓഫ് ദ സൊല്യൂഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഈശോ മിശിഹ മാത്രം. ഈശോയെ കണ്ടുപിടിക്കും. നിങ്ങൾ ഈശോയെ കണ്ടുപിടിച്ചാൽ ഈശോ അതിനു മുമ്പേ നിങ്ങളെ കണ്ടുപിടിക്കും. നിങ്ങളൊന്ന് ഇറങ്ങിയാൽ, നിങ്ങൾ ഈശോയിലേക്കൊന്ന് മുഖം തിരിച്ചാൽ, അപ്പാ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ചങ്ക് പൊട്ടി ഈശോയോട് പറ, ഹീസ് ഓൾറെഡി ഇൻ സെർച്ച് ഓഫ് യു. നിന്നെ തേടി ഓൾറെഡി യാത്ര ആരംഭിച്ചതാണ്. നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമ്പോൾ ഈശോ ഇച്ചിരി ഡിലേ ആവുകയാണ്. കാരണം നീ ഇങ്ങോട്ട് വരേണ്ടതിന് പറ അങ്ങോട്ട് ഓടുകയാണ്. ഈശോ എന്നാ ചെയ്യും? ഈശോ നിന്റെ അടുത്തേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. മേക്ക് എ യു ടേൺ. ഈശോയിലേക്ക് വാ. ഹി ഈസ് ഗോയിങ് ടു ഹീൽ യു. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, നിങ്ങൾ ഏത് സ്റ്റാറ്റസിലൂടെ കടന്നു പോകണമെങ്കിലും നിങ്ങളെ ഹീൽ ചെയ്യാൻ ഈശോ ഇവിടെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ കാരണം സങ്കടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലണം. ഈശോ തിരിച്ച് നിങ്ങളെ എത്തിക്കും. അവൻ അവസാനം ചെയ്തത് ചുമ്മാ വീട്ടിൽ ചെല്ലുകയല്ല. ദെക്കാപോളിസിൽ, അതിൻ്റെ ഒരു പരിഭാഷയിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പിരിച്ചെഴുതിയാൽ ദെക്കാപോളിസ് 10 cities, 10 പട്ടണങ്ങൾ എന്ന് വെച്ചാൽ ഈശോയെക്കുറിച്ച് അവൻ എല്ലായിടത്തും പോയി പറഞ്ഞു. വീട്ടിൽ മാത്രമല്ല, അവനെ ഒരു സുവിശേഷ പ്രഘോഷകനാക്കി ഈശോ മാറ്റി. ഈശോയുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇരിക്കപ്പുറത്തി ഒന്നും ഉണ്ടാവില്ല. നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ഇരിക്കപ്പുറത്തിയല്ല. ഇനി ഈശോയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞേ മതിയാവുള്ളൂ. അയാൾക്ക് സംഭവിച്ച അത്രയാണ്. ഈ കല്ലറയിൽ കിടന്ന് ചെയ്യേണ്ട ഒരാൾ ഒരു മാലാഖയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു. ഒരു ഡിസീസ്ഡായ, ഡെഡായ ഒരു മനുഷ്യനെ ഒരു ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഈശോ കൊടുക്കുകയാണ്. ശരിക്കും ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഒരു മാലാഖയുടെ ഗണത്തിലേക്ക്, മാലാഖയുടെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ ലിറ്ററലി മർക്കോസ്ലിയുടെ സുവിശേഷത്തെ നമ്മൾ അങ്ങനെ തന്നെ വായിക്കും. നമ്മളിപ്പോൾ വായിച്ച വചനമില്ലേ, മർക്കോസ് 5:15, അവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. നിങ്ങൾ ഈ മർക്കോസ്ലിയുടെ സുവിശേഷത്തിൽ തന്നെ 5:16 വായിക്കണം. നമ്മളിപ്പോൾ വായിച്ചത് 5:15 നമ്മളിപ്പോൾ വായിച്ചത്. 16:5 വായിക്കണം. ഓർത്തിരിക്കാൻ എളുപ്പമെന്ന് തോന്നുന്നു. 16-ാമത്തെ അധ്യായം 5-ാം വാക്യം, അവസാനത്തെ അധ്യായമാണ്. ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗത്തിൽ ഈ മഗ്ദലന മറിയവും കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് ഈശോയുടെ കല്ലറയുടെ ആ കല്ല് മാറ്റാൻ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസ് 16:5. അവിടെ ഒരു യുവാവ് വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. സെയിം സാധനമാണ് ഇവിടെ എഴുതിയത്, സെയിം ഫ്രേസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. ഇതേ സംഭവമാണ് അവിടെ നടക്കുന്നത്. ഒരു മാലാഖയെക്കുറിച്ച് നമ്മളിങ്ങനെ കാണുകയാണ്. ഈശോയെ അടക്കിയിരുന്ന കല്ലറയുടെ മുമ്പിൽ വെച്ച കല്ലിൻ്റെ മുകളിൽ
ഒരു യുവാവ് വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് കണ്ടു. സീ, ഒരു ഡെഡ് അവസ്ഥയിൽ നിന്ന് ഒരു ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെന്റ്, ഒരു മരിച്ചു കിടക്കുന്ന, ചീഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാലാഖമാരുടെ ലൈഫിലേക്ക്, ഒരു സ്റ്റാറ്റസിലേക്ക് ഈശോ ഉയർത്തുകയാണ്. ഇതുകൊണ്ട് ഈ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയി, ബ്രോക്കണായി, ഞങ്ങളിതൊക്കെ പറഞ്ഞാണ് ആ കുഞ്ഞിനോട് ഞങ്ങളുടെ ആ കോൺവെർസേഷൻ അവസാനിപ്പിച്ചത്. വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്, ഒരു 18-19 വർഷത്തിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല കണക്കിൽ. ഇനി ഈശോ എഴുതാൻ പോകുന്ന ചില കണക്കുകളുണ്ട്, പുസ്തകത്തിൻ്റെ ഒരു എഴുതാത്ത കടലാസുകളുണ്ട്. ഇനി ഈശോയും അവളും ചേർന്ന് എഴുതുന്ന ഒരു ജീവിതമുണ്ട്. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കഴിഞ്ഞ കടലാസുകളൊക്കെ ഇങ്ങനെ ചുക്കിച്ചൊളിഞ്ഞ് കീറിപ്പറഞ്ഞ് ആരൊക്കെയോ കുത്തി വരച്ച ആ നോട്ട് ബുക്കിൻ്റെ കഴിഞ്ഞ കടലാസുകൾ ഒരു സ്റ്റാപ്ലറായിട്ട് അടിച്ചു വെക്കുക. അതവിടെ ഇരിക്കട്ടെ, അതിനെ തുറക്കണ്ട. ഇനി മുമ്പോട്ട് എഴുതാത്ത കുറേ കടലാസുണ്ട്. ഈശോയ്ക്ക് ഫസ്റ്റ് പ്ലേസ് കൊടുത്തോണ്ട് നിന്റെ ലൈഫിൻ്റെ ഈ നടുക്ക് വെച്ചിട്ട് ഇപ്പോൾ ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഹീസ് ഗോയിങ് ടു ഹീൽ യു. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്നിത് കേൾക്കുമൊന്നുമില്ല. ഇന്നിത് ഇത്ര ക്ഷമയോടുകൂടി ഇത്രയും മിനിറ്റ് നീണ്ടു നിന്ന ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ കേൾക്കില്ല. ഈശോയ്ക്ക് നിങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ കേൾക്കുന്നത്. ഒത്തിരി തവണ വായിച്ച ഒരു അത്ഭുതമാണ് ഈശോയുടെ ഒരു അത്ഭുതം. എന്നിട്ട് ഇന്നിത് കേട്ട് ഇത്രയും നേരം ഇത് കേട്ടിരുന്നെങ്കിൽ ഇത് മനസ്സിലായെങ്കിൽ ഈശോയ്ക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാണ്. ആൻഡ് ഹി വാണ്ട്സ് ടു ഹീൽ യു. നിന്നെ സൗഖ്യപ്പെടുത്താൻ, നിനക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുക ഈശോയുടെ മടിയിൽ. പേടിക്കണ്ട. നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ടവരെയോ കഴിഞ്ഞ കാലത്തിൻ്റെ ബ്രോക്കൺനെസ്സിനെയോ, നിങ്ങൾ കരഞ്ഞ് നിലവിളിച്ചതോ, നിങ്ങളുടെ അൺകൺട്രോളബിൾ സിറ്റുവേഷൻസ്, ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലൈഫ്, അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. ഒരുപക്ഷെ പല ലഹരിയുടെ പിടുത്തത്തിൽ, പല തെറ്റായ ബന്ധങ്ങളുടെ പിടുത്തത്തിൽ, പുഴുക്കുത്തുകളിൽ, വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, നിങ്ങളുടെ കൈ ഈശോയ്ക്ക് കൊടുക്ക്. നിങ്ങളുടെ നേരെ കൈ നീട്ടിപ്പിടിക്കുന്ന ഈശോയ്ക്ക് കൈ കൊടുക്ക്. ആൻഡ് ഹീസ് ഗോയിങ് ടു ലിഫ്റ്റ് യു അപ്പ്. ഈശോ പിടിച്ചാൽ പിന്നെ നമ്മൾ പറയില്ലേ പിന്നെ ഒരു രക്ഷയില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈശോ പിടിച്ചാൽ പിന്നെയാണ് രക്ഷ. അതുകൊണ്ട് ആ രക്ഷകനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് സുവിശേഷത്തിൽ, വിശുദ്ധ കുർബാനയിൽ, കൂദാശയിലൊക്കെ. ഇനി ആ ഈശോയെ മുറുകെ പിടിച്ചോ, ലൈഫ് മൊത്തം അങ്ങോട്ട് മാറും. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. യോഹന്നാൻ 10:10 ഈശോ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. ആ ഒരു ലൈഫിലേക്ക് ഈശോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. വെൽക്കം ഹിം, അക്സെപ്റ്റ് ഹിം, ആൻഡ് യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ഫോർ എവർ. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ഇതിപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളുടെ ആ വലിയ സ്നേഹത്തിന്, ഈശോയോടുള്ള നിങ്ങളുടെ വലിയ സ്നേഹത്തെ ഈശോ അനുഗ്രഹിക്കും. നിങ്ങൾ എന്തെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിൽ നൗ റിസീവ് ദ ബ്ലെസ്സിങ് ഓഫ് എ പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യത്തിൽ ഈശോ തന്നിട്ടുള്ള ആ ഒരു കൃപ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് തരികയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.